ഇതൊരു ദേശീയ ക്രൈസിസ് ആണ്, ടയർ 2 ക്രൈസിസ് ആണ്. രാവിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അത് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ട് കാണും. അപ്പോൾ ഈ ടയർ 2 ക്രൈസിസിൽ അതിന്റെ ചുമതല പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനാണ്. അവരാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്കിത് വന്നാൽ അതിനടുത്തേക്ക് ജനങ്ങൾ എത്താതിരിക്കുക, അവർക്ക് അപകടം ഉണ്ടാകാതിരിക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ മുങ്ങിയതിന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ ഷിപ്പ് ചെയ്യരുത്, ഫിഷിംഗ് നടത്തരുത്, ഈ കരയിൽ വന്ന കണ്ടെയ്നറുകളെ അപ്രോച്ച് ചെയ്യരുത്, അതിനെ കാണാൻ പോകരുത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ സാങ്കേതികമായ പരിപാലനം സംബന്ധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, NDRFന്റെ CBRN ടീം വരുന്നുണ്ട്. അവര്, കോസ്റ്റ് ഗാർഡ്, കസ്റ്റംസ് എന്നിവർ ഉൾപ്പെട്ടിട്ടാണ് അതിന്റെ അകത്ത് തീരുമാനമെടുക്കേണ്ടത്. കപ്പൽ കമ്പനി തന്നെ അവരുടെ ചില ആളുകളെ കേരളത്തിന് വിട്ടിട്ടുണ്ട് ഇത് സാൽവേജ് ചെയ്യാൻ. അത് ചെയ്യുന്ന ആളെയാണ് സാൽവേജ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹവും കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ്, എത്ര കണ്ടെയ്നറുകൾ ഏതൊക്കെ മേഖലയിലേക്ക് വരാൻ സാധ്യത തുടങ്ങി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമ്മൾക്ക് ഇൻകോയ്സ് ദേശീയ സമുദ്ര പഠന കേന്ദ്രം കഴിഞ്ഞ ദിവസം തന്നിരുന്ന വിവരം അനുസരിച്ച് തന്നെയാണ് കണ്ടെയ്നറുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. നമ്മൾക്ക് കാണാം, അത് നമ്മളുടെ ആലപ്പുഴ തീരം മുതൽ അങ്ങോട്ട് എറണാകുളത്തും ചില റെമനൻസ് ഒക്കെ കണ്ടു. വലിയ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നുമല്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലുള്ളതൊക്കെ കണ്ടു. അവ ഒഴുകി തെക്കൻ തീരങ്ങളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലും കണ്ടു, കൊല്ലത്തും കണ്ടു, തിരുവനന്തപുരത്തും വരാൻ സാധ്യതയുണ്ട്. ഇന്നും നാളെയും ഒക്കെയുള്ള പ്രവചനം നമ്മുടെ കയ്യിലുണ്ട്, ഇത് എങ്ങോട്ട് പോകാം എന്നുള്ളത്. അത് പ്രധാനമായും തെക്കൻ തീരങ്ങളിലാണ്. പിന്നെ കരയ്ക്ക് പാരലായി ഒരു ഒഴുക്കുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഒഴുകി അറബിക്കടലിന്റെ ഉൾഭാഗങ്ങളിലേക്കും പോകാനും മതി. നമ്മൾ ഇന്നലെ രാത്രി ഭയപ്പെട്ടത് എണ്ണ കരയിൽ വന്നടിയുമോ എന്നുള്ളതായിരുന്നു. ആ സാഹചര്യം ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഗാർഡ് അവർ ഉപയോഗിച്ച ഡിസ്പേഴ്സൻസ് വർക്ക് ചെയ്തു എന്നതാണ്. അവർ ഇന്നും രാവിലെ 2 കപ്പലും ഒരു ഡോണിയറും ഇതിന്റെ മുകളിൽ ഡിസ്പേഴ്സൻസ് ഇടുന്നുണ്ടാകും. വലിയ കണ്ടെയ്നറുകൾ എന്നുള്ളതല്ല, അപ്പൊ ചെറിയ ബോക്സുകൾ അതെല്ലാം വരുന്നുണ്ട്. അവയും എല്ലാം ഇതേ പ്രോട്ടോകോൾ തന്നെയാണ്, 200 മീറ്റർ മാറി നിൽക്കുക. ഈ ചെറിയ ബോക്സുകൾ, പല കണ്ടെയ്നറുകൾ തുറന്നു പോയത് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് 24 ന്യൂസ് ഒരു സ്റ്റീൽ കണ്ടെയ്നർ ഒരു പൊങ്ങി കിടക്കുന്നത് കാണിച്ചിരുന്നു. ഇങ്ങനെ പലതും വരും. അതുകൊണ്ടാണ് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും കണ്ട് നമ്മൾ സ്വയം വിദഗ്ധരാകണ്ട, നമ്മൾ അത് എന്താണെന്ന് തീരുമാനിക്കാൻ നിൽക്കണ്ട. അത് തീരുമാനിക്കാൻ അതിന് തയ്യാറുള്ള, അതിന് കഴിവുള്ള ആളുകളുണ്ട്. അവരത് തീരുമാനിച്ച് നമ്മളെ അറിയിക്കും. നമ്മൾ സാധാരണ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ പലപ്പോഴും ചില ആളുകളെങ്കിലും അത് ലംഘിക്കാറുണ്ട്. സ്വാഭാവികമായി ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ലോ എൻഫോഴ്സ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ നിലവിൽ? അതൊക്കെ പ്രാദേശികമായി ജില്ലാ കളക്ടർമാർ തീരുമാനിക്കും. അവിടെ തഹസിൽദാറും ജില്ലാ കളക്ടറും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പറയേണ്ടുന്ന സംസ്ഥാന തലത്തിൽ പൊതുവിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. അത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാൻ കൃത്യമായി അധികാരവും കഴിവുമുള്ള ആളുകൾ താഴെ തട്ടിൽ തന്നെ ഉണ്ട്. ജില്ലാതലത്തിലും അതിനും താഴെ താലൂക്ക് തലത്തിലും ഉണ്ട്. എത്ര ദിവസം ഈ റെസ്ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കും, അങ്ങനെ നടപടികൾ? അത് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾക്ക് ഇത് തുടങ്ങുന്നതേ ഉള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നലെ രാത്രി മുതലാണ് കണ്ടെയ്നറുകൾ വന്നു തുടങ്ങിയത്. ഇനിയും കണ്ടെയ്നറുകൾ കാണാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. എന്തായാലും നിലവിൽ ആ പ്രോട്ടോകോൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇനി സെൻട്രൽ ടീമിന്റെ മറ്റ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും പുതിയ സാഹചര്യത്തിൽ വന്നു? ഇല്ല, അവർ വരട്ടെ. CBRN ടീമും കേരളത്തിൽ വരുവാണ്. അവർ പ്രാദേശികമായി വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കും. അതിനുശേഷം ദേശീയ തലത്തിൽ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഇതിന്റെ ഹാൻഡിലിംഗുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തരേണ്ടതില്ല. നാഷണൽ ഓയിൽ സ്പിൽ കണ്ടിജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട്, എല്ലാവരോടും, പൊതുസമൂഹത്തിനോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓയിൽ കടലിൽ ഏതെങ്കിലും ഭാഗത്ത് ഉള്ളതായിട്ട് ഇന്നലെ കണ്ടിരുന്നു. അത് കോസ്റ്റ് ഗാർഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്.